ബുധനാഴ്ച രാത്രിയിലാണ് മോഷ്ടാക്കൾ കാണിക്കവഞ്ചി ഇളക്കിയെടുത്ത സമീപത്തെ വീടിന്റെ മുൻവശത്ത് വെച്ച് പൊളിക്കാൻ ശ്രമം നടത്തുന്നത്. ഇതോടെ ശബ്ദം കേട്ടിവിടേക്ക് വീട്ടുകാരും സമീപവാസികളും ഓടിക്കൂടുകയായിരുന്നു. ഇവർ അജയകുമാറിനെ പിടികൂടിയിരുന്നെങ്കിലും ഒപ്പമുണ്ടായിരുന്ന കള്ളൻ ആളുകൾ എത്തിയപ്പോഴേക്കും മുങ്ങുകയായിരുന്നു. അജയകുമാർ മദ്യലഹരിയിലായതിനാൽ തന്നെ അജയകുമാർ ഓടിയിരുന്നില്ല. തുടർന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുമ്പോഴാണ് സഹപ്രതിയുടെ പേരറിയില്ലെന്ന് അജയകുമാർ പറയുന്നത്. ഇതോടെ പുത്തൻകുരിശ്, കോതമംഗലം സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ 15-ൽ പരം മോഷണ കേസുകളുള്ള അജയകുമാറിനെ പൂട്ടുമെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ കൂട്ടുകാരനെ വരച്ചു കാട്ടിത്തരാമെന്ന് ഇയാൾ വ്യക്തമാക്കുകയായിരുന്നു. പിന്നാലെ നിമിഷ നേരത്തിനുള്ളിൽ രേഖാചിത്രവും തയ്യാറായി. രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കട്ടപ്പന പുതിയ സ്റ്റാൻഡിൽ വെച്ച് പ്രതിയെ പിടികൂടുന്നത്. മുണ്ടക്കയം കുട്ടിക്കൽ കുന്നേപ്പറമ്പിൽ സുബിൻ വിശ്വംഭരനാണ് പിടിയിലായിരിക്കുന്നത്. രാത്രി കട്ടപ്പനയിലെത്തിയ സുബിൻ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു. ഇന്നലെ ജോലി അന്വേഷിച്ചിറങ്ങിയ സുബിനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് രേഖാചിത്രത്തിന്റെ സഹായത്താൽ പോലീസ് പിടികൂടുകയായിരുന്നു. ജോലിയുടെ മറവിൽ മോഷണം നടത്തുവാനാണ് സുബിൻ പദ്ധതിയിട്ടിരുന്നതെന്ന് പോലീസ് പറയുന്നു. ജോലി അന്വേഷിച്ചെത്തിയ ഇരുവരും മദ്യപിക്കുന്നതിനിടയിലാണ് പരിചയപ്പെടുന്നത്. കട്ടപ്പന ഡിവൈഎസ്പി VA നിഷാദ് മോന്റെ നേതൃത്വത്തിൽ കട്ടപ്പന SHO OT മുരുകൻ, SI ലിജോ P മണി എന്നിവർ തുടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്.